Hi friends, welcome to Commerce Bytes. I hope you people are all doing well. So, നമ്മളുടെ Commerce Bytes എന്ന യൂട്യൂബ് ചാനലിൽ we are having 200 plus videos available for Kerala Set Preparations 2021. നമ്മളുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ ഓരോ സെക്ഷൻസും പ്ലേലിസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫോർ യുവർ ഈസി ആക്സസ്. ഡെയിലി ടോപ്പ് മിനീസ് സീരീസ് എന്ന് പറഞ്ഞൊരു സീരീസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊരു 90% പോർഷൻസ് അല്ലെങ്കിൽ ഒരു 95% പോർഷൻസ് നമ്മൾ അവിടെ തന്നെ കവർ ചെയ്ത് പോയിട്ടുണ്ട്. ബാലൻസ് കവർ ചെയ്ത പോർഷൻസ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇയർ വൈസ് ആയിട്ട് ഡിസ്കഷൻ കണ്ടക്ട് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഡീറ്റെയിൽ സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ 2020 ഒരു സീരീസ്, അതുപോലെ 2019, 2018, 2017 ആൻഡ് ഇപ്പോൾ പ്രസൻ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന 2016 സീരീസ് എല്ലാ പ്ലേലിസ്റ്റും നിങ്ങൾക്ക് അവിടെ പ്രൊവൈഡഡ് ആണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൊമേഴ്സ് ബൈറ്റ്സിൻ്റെ ഹോം പേജിൽ പോവുക, 2 പ്രാവശ്യം ഒന്ന് സ്വൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് സ്ലൈഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്ലേലിസ്റ്റ് എല്ലാം അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഗോൾഡൻ സീരീസ് ഉണ്ട്, മാരത്തോൺ സീരീസ് ഉണ്ട്, പിന്നെ റിസർച്ച് സീരീസ് ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ സീരീസ്. വൺ ഓഫ് ദ ബെസ്റ്റ് സീരീസ് ആൻഡ് ദ സ്റ്റുഡൻസ് മോസ്റ്റ് ഫേവറേറ്റ് സീരീസാണ് ഈ ഹയർ എഡ്യൂക്കേഷൻ സീരീസും അതുപോലെ തന്നെ റിസർച്ച് സീരീസും. If you are interested and if you have time to spend for that, just take a look at as worth. Okay? So, moving to today's session, ഇന്ന് നമ്മൾ 2016 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ജാനുവരി സീരീസിലെ പാർട്ട് 10 ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ടുഡേ ഓൾസോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് 6 questions in total. സോ ഫസ്റ്റ് വൺ ഒരു ഫുൾ ഫോമാണ് ചോദിച്ചിരിക്കുന്നത്, NIOS. അതിൻ്റെ ഫുൾ ഫോം എന്താണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഞാൻ ഓപ്ഷൻസ് തന്നിട്ടില്ല, പകരം ആ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ മാത്രമേ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞ NIOSൻ്റെ ഫുൾ ഫോം. ഇനി അത് എന്താണെന്നുള്ളത് ഒന്ന് ജസ്റ്റ് ആയിട്ട് ഒരു 2-3 സെൻറ്റൻസിലൊന്ന് നോക്കാം. കാരണം ഇപ്രാവശ്യം അവരിപ്പോൾ നമ്മളോട് ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം അല്ലെങ്കിൽ ഈ പ്രാവശ്യം നമ്മൾ എഴുതാൻ പോകുന്ന ഈ ഒരു എക്സാമിന് ചിലപ്പോൾ അവർ അതിൻ്റെ എസ്റ്റാബ്ലിഷ് ചെയ്ത ഇയർ അല്ലെങ്കിൽ അതിൻ്റെ പ്രസിഡൻറ്റ്, അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് ആയിരിക്കും ചോദിക്കാൻ പോകുന്നത്. സോ നമുക്ക് ചാൻസ് ഓഫ് റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നു. ഓക്കെ? സോ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് മുന്നേ വിളിച്ചുകൊണ്ടിരുന്നത് നാഷണൽ ഓപ്പൺ സ്കൂൾ എന്നാണ്. ആൻഡ് ഇറ്റ് ഈസ് എ ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ അണ്ടർ യൂണിയൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ആൻഡ് ഇത് നമ്മൾ പറഞ്ഞു നാഷണൽ ഓപ്പൺ സ്കൂൾ എന്നാണ് ഇതിനെ വിളിച്ചുകൊണ്ടിരുന്നത് എന്ന്. 2002 ഈ പേര് ചേഞ്ച് ചെയ്തിട്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് എന്ന് പേര് റീപ്ലേസ് ചെയ്തത്. ഓക്കെ? ആൻഡ് ഇറ്റ് ഈസ് എ ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ അണ്ടർ യൂണിയൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആൻഡ് ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്. ആസ് സാധാരണ എങ്ങനെയാണോ ഇത് ഡെവലപ്പ് ചെയ്യുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, അതാരാ? മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അപ്പോൾ അവർ തന്നെയാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഓക്കെ? ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മെയിനായിട്ടുള്ള ഫോക്കസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ടു പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ടു ഓൾ സെഗ്മെൻറ്റ്സ് ഓഫ് സൊസൈറ്റി അണ്ടർ ദ മോട്ടീവ് ടു ഇൻക്രീസ് ലിറ്ററസി ആൻഡ് എയിം ഫോർവേഡ് ഫോർ ഫ്ലെക്സിബിൾ ലേണിംഗ്. നല്ല ഒരു ഫ്ലെക്സിബിൾ ലേണിംഗ് ആണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ? പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ടു ഓൾ സെഗ്മെൻറ്റ് ഓഫ് സൊസൈറ്റി അണ്ടർ ദ മോട്ടീവ് ടു ഇൻക്രീസ് ദ ലിറ്ററസി ആൻഡ് എയിം ടു ഫോർവേഡ് ഫോർ ഫ്ലെക്സിബിൾ ലേണിംഗ്. And it is a national board that administrator examination for secondary and senior secondary examination similar to CBSE and ICSE syllabus. Okay? So I hope നിങ്ങൾക്ക് NIOSനെ പറ്റി ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൻ്റെ ഇയർ വരുന്നത് 1989 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇത് അത്ര കാലപ്പഴക്കമുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലായി. പിന്നെ ടൈപ്പ് ഗവൺമെൻറ് ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ ആണ്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് നോയിഡ, ഉത്തർപ്രദേശ്, ഇന്ത്യ. ഓക്കെ? നോയിഡ, NOIDA, ഉത്തർപ്രദേശ്, ഇന്ത്യ. ഓക്കെ? പിന്നെ പാരൻറ്റ് ഓർഗനൈസേഷൻ നമ്മൾ പറഞ്ഞു മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആണ് എന്നുള്ളത്. സോ ഐ ഹോപ്പ് ഐ ഹാവ് കവേർഡ് ഓൾ ദ പോയിൻറ്റ്സ് റിഗാർഡിംഗ് NIOS. ഓക്കെ? സോ that's it of question number 1. Moving to next question. Question number 2. Values are inherent in every human being reflected on
Options are option A, realism, option B, pragmatism, option C, naturalism, and option D, idealism. Values are inherent in every human being, reflected on. സോ ക്വസ്റ്റ്യനിൽ എല്ലാവർക്കും അണ്ടർസ്റ്റാൻഡബിൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഈ ഒരു സെക്ഷൻ പല പ്രാവശ്യം ഞാൻ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലാണെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസാണ്. ഈ ഒരു സെക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മസ്റ്റാണ്, ഫോർ ഷുവർ ആണ്, 100% ഷുവർ ആണ്. സോ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഐഡിയലിസം ആണ്. നമ്മൾക്ക് ഈ 4 പോയിൻറ്റ്സിനെ പറ്റി ജസ്റ്റ് ഒരു റൗണ്ട് ഓഫ് ഒരു ഐഡിയ ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം റൈറ്റ് നൗ. ഓക്കെ, സോ ആദ്യം നമുക്ക് റിയലിസം എന്ന് പറയുന്ന ടേമിനെ കുറിച്ച് ജസ്റ്റ് ഒരു ഐഡിയ വരുത്താം. റിയലിസത്തിൻ്റെ ഫാദർ എന്ന് പറയുന്നത്, ഫാദർ ഓഫ് ക്ലാസിക്കൽ റിയലിസം ടീച്ചിങ് എന്ന് പറയുന്നത് അരിസ്റ്റോട്ടിലാണ്. ആൻഡ് ഇറ്റ് ടെൻഡ്സ് ടുവേർഡ്സ് മോർ പ്രാഗ്മാറ്റിക് ആൻഡ് ആക്ച്വൽ വ്യൂ ഓഫ് ദ സിറ്റുവേഷൻ. സോ റിയലിസം എന്ന് പറയുന്നത് സാധാരണ നമ്മൾ മലയാളത്തിൽ റിയലിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, എല്ലാം റിയലായിട്ട് നമ്മൾ കാണുക എന്നുള്ള ഒരു മീനിങ് തന്നെയാണ് ഇവിടെ റിയലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഡീൽസ് വിത്ത് ദ റിയാലിറ്റി ഹാസ് ആൻ ആബ്സല്യൂട്ട് എക്സിസ്റ്റൻസ് ഇൻഡിപെൻഡൻറ്റ് ഫ്രം അവർ തോട്ട്സ് ആൻഡ് ഐഡിയാസ്. നമ്മളുടെ തോട്ട്സും നമ്മളുടെ ഐഡിയാസിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് നടക്കുന്ന ഒരു കുറേ കാര്യങ്ങളാണ് റിയലിസം. റിയലായിട്ട് നമ്മളുടെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യത്തിനെയാണ് റിയലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് പ്രാഗ്മാറ്റിസം ആണ്. പ്രാഗ്മാറ്റിസത്തിൻ്റെ ഫാദർ എന്ന് പറയുമ്പോൾ ചാൾസ് സാൻഡിയർ പിയേഴ്സ് എന്നാണ്. പിന്നെ പ്രാഗ്മാറ്റിസം സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നെങ്കിൽ ഇഫ് സംതിങ് വർക്ക്സ് വെൽ ദെൻ ഇറ്റ്സ് ട്രൂ. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്തപ്പോൾ അത് ശരിയായി, അപ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ഇതാണ് ശരി എന്ന് നമ്മൾ വിചാരിക്കും. അതാണ് ശരിക്കും പറഞ്ഞാൽ പ്രാഗ്മാറ്റിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് തന്നെ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായ രീതിയിൽ ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പ്രാഗ്മാറ്റിസത്തിൻ്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇറ്റ് വിൽ ബി വെരി ഈസി ടു ആക്സസ് ദാറ്റ് ആൻസർ. ഓക്കെ, it emphasizes on logic and rationally encourage specific thinking. എന്തെങ്കിലും ഒരു സ്പെസിഫിക് തിങ്കിങ്ങിനെ നമ്മൾ എൻകറേജ് ചെയ്യുന്ന ഒരു ടേമാണ് പ്രാഗ്മാറ്റിസം. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന ഒരു ടേം നാച്ചുറലിസം ആണ്. നാച്ചുറലിസം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ നാച്ചുറലിസത്തിനെ കുറിച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ഒരു പോയിൻ്റ് കൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതായത് സ്റ്റഡി നാച്ചുറൽ ലോസ് ആൻഡ് അപ്ലൈ പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ. ആ നാച്ചുറലിസത്തിൻ്റെ ആ ഒരു പെർട്ടിക്കുലർ ടേം ആ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, സ്റ്റഡി ഓഫ് നാച്ചുറൽ ലോസ് ആൻഡ് അപ്ലൈ ദ പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ. കണ്ടോ, ആ ഒരു പോയിന്റിൽ അവർ നാച്ചുറൽ ലോസ് എന്നുള്ളത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് നാച്ചുറലിസം എന്ന ആൻസർ ആണ് ആ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ്റെ ആൻസർ എങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാനും വളരെയധികം ഈസിയാണ്. നാച്ചുറലിസം എന്ന് പറയുന്നത് നമ്മളുടെ നേച്ചർ ബേസ് ചെയ്തിട്ടുള്ള ഒരു ടേമാണ് നാച്ചുറലിസം. ആൻഡ് ദ ലാസ്റ്റ് ടേം ആൻഡ് നമ്മളുടെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഐഡിയലിസം ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഐഡിയലിസത്തിൻ്റെ ഫാദർ എന്ന് പറയുന്നത് അരിസ്റ്റോട്ടിലാണ്. ഐഡിയലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ റിയാലിറ്റി ഇസ് ഷേപ്ഡ് ബൈ അവർ തോട്ട്സ് ആൻഡ് ഐഡിയാസ്. നമ്മളുടെ ഐഡിയാസും നമ്മളുടെ തോട്ട്സും വെച്ച് ഷേപ്പ് ചെയ്യുന്നതാണ് നമ്മളുടെ റിയാലിറ്റി എന്ന് വിശ്വസിക്കുന്നവരാണ് ഐഡിയലിസം. സോ നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈൽ ടീച്ചിങ് ദ കോൺസെപ്റ്റ് മെറ്റൽ, teacher provides different examples and make the students to arrive at definition of concept by analyzing the characteristics. Here the teacher emphasizes on. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു ടീച്ചർ ഒരു കോൺസെപ്റ്റിനെ പറ്റി പഠിപ്പിച്ചു. മെറ്റൽ എന്നതാണ് കോൺസെപ്റ്റ്. സോ ടീച്ചർ കുറേ അധികം എക്സാമ്പിൾസും കുറേ അധികം ക്യാരക്ടറിസ്റ്റിക്സും പ്രൊവൈഡ് ചെയ്താണ് ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക് കുട്ടികളിലേക്ക് എത്തിച്ചത്. ഓക്കെ, അത് ടീച്ചർ യൂസ് ചെയ്ത അപ്രോച്ച് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന 4 അപ്രോച്ചസ് എന്ന് പറയുന്നത് നമുക്കൊന്ന് നോക്കാം. അനലിറ്റിക്കൽ അപ്രോച്ച്, ഇൻറ്റ്യൂറ്റീവ് അപ്രോച്ച്, ഇൻഡക്റ്റീവ് അപ്രോച്ച് ആൻഡ് ഡിഡക്റ്റീവ് അപ്രോച്ച്. ഇതിൽ നിങ്ങൾക്ക് ഇൻഡക്റ്റീവ് അപ്രോച്ചും ഡിഡക്റ്റീവ് അപ്രോച്ചും എൻ്റെ സ്റ്റുഡൻസിന് അറിയാമെന്ന് എനിക്കറിയാം. ഓപ്ഷൻ എയും ബിയും ഞാൻ ജസ്റ്റ് ഒന്ന് വേഗം പറഞ്ഞു പോവാം. ഓക്കെ, so first one, analytical approach. Analytical approach is the use of analysis to break down a problem into elements necessary to solve it. അപ്പോൾ ഒരു പ്രോബ്ലം നമുക്ക് തന്നിട്ടുണ്ടാവും, ആ പ്രോബ്ലത്തിനെ നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുന്ന അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ അല്ല നമ്മളോട് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് അല്ലേ. സോ ഓപ്ഷൻ എ അല്ല എന്ന് മനസ്സിലായി.
അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അനലിറ്റിക്കൽ അപ്രോച്ച് എന്താണെന്നുള്ളത് മനസ്സിലായി അല്ലേ? അനലിറ്റിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത് നമ്മളൊരു കാര്യം ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഇൻഡെപ്ത് ആയിട്ട് അതിനെപ്പറ്റി സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി എടുക്കുന്നതിനെയാണ് അനാലിറ്റിക്കൽ അപ്രോച്ച് അല്ലെങ്കിൽ അനാലിസിസ് കണ്ടക്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത്. ഇനി മറ്റൊരു അപ്രോച്ച് നമ്മൾ പറഞ്ഞത് ഇൻറ്റ്യൂട്ടീവ് അപ്രോച്ച്. ഇൻറ്റ്യൂട്ടീവ് അപ്രോച്ച് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോർമലി ഫാസ്റ്റ് ആൻഡ് എഫിഷ്യൻറ്റ്. വളരെ തന്നെ ഫാസ്റ്റ് ആൻഡ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഇൻറ്റ്യൂട്ടീവ് അപ്രോച്ച്. അതിൽ പറയുന്നത് ഇറ്റ് റിലേസ് ഓൺ മെൻ്റൽ ആൻഡ് എക്സ്പീരിയൻഷ്യൽ കപ്പാസിറ്റി ടു റീഡ് ദ മീനിങ് ഇൻ ടു ഒബ്സർവ്ഡ് പാറ്റേൺ ആൻഡ് ഡിറൈവ് ദ സൊല്യൂഷൻ വെരി ക്വിക്ക്ലി. ഇൻറ്റ്യൂട്ടീവ് അപ്രോച്ച് ആർ വെരി ഇൻഡിവിജ്വൽ ആൻഡ് റിലേ ഓൺ ടാക്റ്റിക് നോളജ് ദാറ്റ് ഈസ് ഓഫൺ ഈസി ടു ഷെയർ. നമുക്ക് ഈസി ടു ഷെയർ ആണ്, വെരി ഫാസ്റ്റ് ആൻഡ് എഫിഷ്യൻറ്റ് എന്നുള്ളൊരു അപ്രോച്ച് കൂടിയാണ് ഇൻറ്റ്യൂട്ടീവ് അപ്രോച്ച്. ഓക്കെ, ഇതിൽ ബോത്ത് മെൻ്റലി അതുപോലെ തന്നെ എക്സ്പീരിയൻഷ്യൽ കപ്പാസിറ്റി ഉണ്ട്. അത് ടു റീഡ് ദ മീനിങ് ഇൻ ടു ദ ഒബ്സർവ്ഡ് പാറ്റേണിലേക്ക് നമുക്ക് ഈ ഒരു അപ്രോച്ച് എത്തിക്കും. അതാണ് ഇൻറ്റ്യൂട്ടീവ് അപ്രോച്ചിൻ്റെ മറ്റൊരു പ്രത്യേകത. ഓക്കെ, പിന്നെ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് അപ്രോച്ച് ആൻഡ് ഡിഡക്റ്റീവ് അപ്രോച്ചാണ്. ഡിഡക്റ്റീവ് അപ്രോച്ച് ഓർക്കാൻ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് DGP എന്ന്. DGP എന്ന് പറഞ്ഞാൽ ഡിഡക്റ്റീവ് ജനറൽ ടു പെർട്ടിക്കുലർ. അതിൻ്റെ തന്നെ നേരെ ഓപ്പോസിറ്റാണ് ഇൻഡക്റ്റീവ്. അവരൊരു ബ്രദർ അല്ലെങ്കിൽ ബ്രദർ സിസ്റ്റർ റിലേഷനാണ്. ഡിഡക്റ്റീവിൽ ജനറലിൽ നിന്ന് പെർട്ടിക്കുലറിലേക്ക് പോകും, പക്ഷേ ഇൻഡക്റ്റീവിൽ എങ്ങനെയാണ് പെർട്ടിക്കുലറിൽ നിന്ന് ജനറലിലേക്ക് പോകും. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്, ടീച്ചർ മെറ്റൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ പറ്റി ഇൻ ഡീറ്റെയിൽ ആയിട്ട് എക്സാമ്പിൾസിലൂടെയും ഡെഫിനിഷൻസിലൂടെയും അങ്ങനെ അവർക്ക് പറഞ്ഞു കൊടുത്തു, സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ കുട്ടികൾക്ക് ആ ഒരു ഡെഫിനിഷനിലേക്ക് അവർക്ക് എത്തിപ്പെടാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ജനറലിൽ നിന്ന് ഇൻ പെർട്ടിക്കുലറിലേക്കാണ് അവർക്ക് എത്താൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ D ദാറ്റ് ഇസ് ഡിഡക്റ്റീവ് അപ്രോച്ചാണ് ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഐ തിങ്ക് യു പീപ്പിൾ ഗെറ്റ് മൈ ടേം, റൈറ്റ്? മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അരവിന്ദ് ഇസ് അഫ്രൈഡ് ടു express an anger at his overbearing and irritating supervisor at work, so he is aggressive to his younger brother. Instead, a psychoanalytical would suggest the reaction is. സോ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതൊരു സിറ്റുവേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെ പറഞ്ഞിരിക്കുന്ന സിറ്റുവേഷൻ ഇങ്ങനെയാണ്. അരവിന്ദ് എന്ന് പറയുന്ന ഒരു എംപ്ലോയി, ആ ആളുടെ സൂപ്പർവൈസർ വളരെ ഇറിറ്റേറ്റിങ്ങും അതുപോലെ കുറച്ച് വളരെ ഹാർഷായിട്ടുള്ള ഒരു സൂപ്പർവൈസറാണ്. സോ അതുകൊണ്ട് തന്നെ അരവിന്ദിന് സൂപ്പർവൈസറിൻ്റെ അടുത്ത് ഒച്ച ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം ആൾ ഭയങ്കരമായിട്ട് പ്രഷർ തരുമ്പോൾ അരവിന്ദിന് ഭയങ്കരമായിട്ട് സ്ട്രെസ് ഔട്ട് ആവുന്നു. സോ സൂപ്പർവൈസറിൻ്റെ അടുത്ത് അവന് ആ ഒരു ആങ്കർ പുറത്തേക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് വീട്ടിൽ ചെന്ന് അവൻ്റെ യങ്ങർ ബ്രദറിൻ്റെ അടുത്ത് ഷൗട്ട് ചെയ്യുന്നു. ഈ ഒരു സിറ്റുവേഷൻ എന്ത് ടൈപ്പ് ഓഫ് സിറ്റുവേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ഡെയിലി ടോപ്പ് മിനി സീരീസിൽ ഡിഫെൻസീവ് മെക്കാനിസത്തിൻ്റെ കുറേ അധികം ടേംസ് തന്നെ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ ആ ഒരു വീഡിയോയിൽ എപ്പോഴും മെൻഷൻ ചെയ്ത ഒരു കാര്യം, ഡിഫെൻസീവ് മെക്കാനിസം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. നിങ്ങൾ മസ്റ്റായിട്ട് അത് പഠിക്കണം. കാരണം ഇപ്പോഴത്തെ കേരള സെറ്റ് എക്സാമിനേഴ്സിൻ്റെ ഫേവറേറ്റ് ആയിട്ടൊരു പോർഷനാണ് ഡിഫെൻസ് മെക്കാനിസം. ഓക്കെ, സോ ഡിഫെൻസ് മെക്കാനിസത്തിൽ നിന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മസ്റ്റായിട്ട് തന്നെ എക്സ്പെക്റ്റ് ചെയ്യാം. ഇപ്പോൾ കഴിഞ്ഞ NTA നെറ്റിൻ്റെ എക്സാമിന് പേപ്പർ 1 ഈ സെയിം ക്വസ്റ്റ്യൻ, ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. ഡിഫെൻസീവ് മെക്കാനിസം ആണ് ഈ ഒരു സെക്ഷൻ്റെ ടോപ്പിക്ക് എന്നുള്ളത് എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. ഈവൻ ദോ ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ഡിഫെൻസീവ് മെക്കാനിസം നമുക്ക് കുറേ അധികം ടൈപ്സ് ഉണ്ട്. ആ ടൈപ്സ് തന്നെയാണ് ഇവിടെ നമുക്ക് ഓപ്ഷൻസിൽ തന്നിട്ടുള്ളത്. ടൈപ്സ് ഞാൻ ഏതൊക്കെയാണെന്നൊന്ന് പറയാം. ഡിസ്പ്ലേസ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്, റിയാക്ഷൻ ഫോർമേഷൻ, ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് പ്രൊജക്ഷൻ. സോ ഇവിടെ 4 ടൈപ്പ് ഓഫ് ഡിഫെൻസീവ് മെക്കാനിസം ഉണ്ട്. 4 ടൈപ്പ് അല്ല ഡിഫെൻസീവ് മെക്കാനിസം നമുക്ക് പഠിക്കാനുള്ളത്, കുറേ അധികം തന്നെ ഡിഫെൻസീവ് മെക്കാനിസം ഉണ്ട്. സോ നിങ്ങൾ എന്തായാലും അത് പോയി കാണണം. ഡെയിലി ടോപ്പ് മിനി സീരീസിൽ ഉണ്ട്. മസ്റ്റായിട്ട് നിങ്ങൾ കാണേണ്ട ഒരു വീഡിയോ തന്നെയാണ് ഈ ഒരു ഡിഫെൻസീവ് മെക്കാനിസത്തിൻ്റെ വീഡിയോ. ഓക്കെ, സോ ആദ്യം പറഞ്ഞ ആ ഒരു ഓപ്ഷൻ A തന്നെയാണ് ഈ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ്റെ ആപ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. അതായത് ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഇതിന് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മലയാളത്തിൽ ഒരു ഡയലോഗ് ഉണ്ട്, കണ്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവൻ്റെ നെഞ്ചത്ത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അരവിന്ദിന് അവൻ്റെ സൂപ്പർവൈസറിൻ്റെ അടുത്താണ് ശരിക്കും ഒച്ച ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ അവൻ്റെ ജോലിയെ അത് എഫക്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ച് അവനത്
ജസ്റ്റ് ആ സമയത്ത് മിണ്ടാതെ ഇരുന്നിട്ട് വീട്ടിൽ ചെന്ന് അവൻ്റെ യങ്ങർ ബ്രദർ എന്തെങ്കിലും ചിലപ്പോൾ ഒരു കുഞ്ഞു കാര്യമായിരിക്കും ചെയ്യുന്നത്, അതിന് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്ന ആ ഒരു ക്യാരക്ടറിനെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ഒരു ഡിഫെൻസീവ് മെക്കാനിസം. ഓക്കെ, പിന്നെ പറഞ്ഞത് റിയാക്ഷൻ ഫോർമേഷനാണ്. റിയാക്ഷൻ ഫോർമേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഡിഫെൻസീവ് മെക്കാനിസമാണ്. വിച്ച് ഇമോഷൻ ആൻഡ് ഇമ്പൾസസ് which are anxiety producing or perceived to be unacceptable. നമുക്ക് ശരിക്കും മറ്റൊരാളോട് സ്നേഹമായിരിക്കും, ഇഷ്ടമായിരിക്കും, പക്ഷേ നമ്മളുടെ ആ ഒരു ആങ്സൈറ്റി കൊണ്ട് നമ്മളുടെ ആ ഒരു ഇമോഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തോ നമുക്ക് ആ പെർട്ടിക്കുലർ വ്യക്തിയോട് നമുക്കൊരു ദേഷ്യമുള്ള പോലെ ആയിരിക്കും. ഓക്കെ, സോ റിയാക്ഷൻ ഫോർമേഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ, ദാറ്റ് ഈസ് ഐഡൻറ്റിഫിക്കേഷൻ. ഐഡൻറ്റിഫിക്കേഷൻ ജസ്റ്റ് ഇറ്റ് ഈസ് എൻ ആക്ട് ഓഫ് ഡിറ്റർമൈനിങ് ഹൂ സംവൺ ഓർ സംതിങ് ഈസ് എന്നുള്ള ആ ഒരു ഐഡൻറ്റിഫിക്കേഷനാണ് ഐഡൻറ്റിഫിക്കേഷൻ ഡിഫെൻസീവ് മെക്കാനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പോലീസ് ലൈൻ അപ്പ് പേഴ്സൺ ഹൂ ആർ സസ്പെക്റ്റിംഗ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു മേർഡർ കണ്ടു നേരിട്ട്, നമുക്ക് ആ ഒരു ഷോക്കിൽ നമുക്ക് ആകെ ബ്ലാങ്ക് ഔട്ടായിപ്പോയി. അപ്പോൾ നമുക്ക് ആ ഒരു കൊലയാളി ആരാണ് മേർഡർ ചെയ്തത് എന്ന് നമുക്ക് ചിലപ്പോൾ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ കുറച്ച് അവർക്ക് ഡൗട്ട്ഫുൾ ആയിട്ടുള്ള സസ്പെക്ട്സിനെ നമ്മൾ ഫ്രണ്ടിൽ അവർ ലൈനപ്പ് ചെയ്യും. അതിൽ നിന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഏതാണ് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു കൊലയാളി എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതിനെയാണ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് ടേം ഇസ് പ്രൊജക്ഷൻ. പ്രൊജക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതും ഒരു ഡിഫെൻസീവ് മെക്കാനിസമാണ്. ഇൻ വിച്ച് ഹ്യൂമൻ ഈഗോ ഡിഫെൻഡ് ഇറ്റ് സെൽഫ് എഗെയിൻസ്റ്റ് അൺകോൺഷ്യസ് ഇമ്പൾസസ് ബൈ ഡിനൈങ് their existence themselves while attributing them to another. അതിന് സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സാധാരണ നമ്മളുടെ ഉള്ളിൽ നമുക്ക് തന്നെ തോന്നുന്ന കുറേ ഡയലോഗ്സാണ്. അതായത് ആർക്കും എന്നെ ഇഷ്ടമല്ല, എന്നെ ഗ്രൂപ്പിൽ പെടുത്താൻ ആർക്കും താല്പര്യമില്ല, ഞാൻ വളരെ മോശമാണ്, എന്നെ ആർക്കും ഇഷ്ടപ്പെടില്ല എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ നമ്മൾ അത് പുറത്തേക്ക് പബ്ലിക്കിൻ്റെ മുന്നിൽ വെച്ച് പറയുമ്പോൾ നമ്മൾ നമ്മളുടെ തന്നെ വീക്ക്നെസ് അവിടെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുകയാണ്. നെവർ ഡു ലൈക്ക് ദാറ്റ്. നമ്മളുടെ വീക്ക്നെസ് നമ്മൾക്കുണ്ടാവും. ആസ് എ ഹ്യൂമൻ ബീങ് നമ്മൾക്ക് കുറേ അധികം വീക്ക്നെസ് ഉണ്ടാവും. എല്ലാവരും പക്ക പെർഫെക്റ്റ് 100% പെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യന്മാരായിരിക്കില്ല. സോ നിങ്ങളുടെ ക്യാരക്ടറിസ്റ്റിക്സിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ അത് പ്രൊജക്റ്റ് ചെയ്യാതെ ഇരിക്കുന്നതാണ് ഏറ്റവും പെർഫെക്റ്റ് എന്നാണ് അക്കോർഡിംഗ് ടു മീ എനിക്ക് തോന്നുന്നത്. ഓക്കെ, സോ അതാണ് ഡിഫെൻസീവ് മെക്കാനിസത്തിൻ്റെ പ്രൊജക്ഷൻ എന്ന് പറയുന്ന പോയിന്റ്. സോ ഐ ഹോപ്പ് ഈ 4 ഓപ്ഷൻസും നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയറായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് വൺ. So the next question is, according to Gardner, multiple intelligence dash is the most often associated with scientific thinking. Gardner multiple intelligence വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിൻ്റാണ് ഞാൻ ഡെയിലി ടോപ്പ് മിനി സീരീസിൽ. സോ ഗാർഡ്നർ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി എന്ന് പറഞ്ഞ് കുറേ അധികം ടൈപ്സ് ഓഫ് ഇൻ്റലിജൻസ് അവിടെ പറയുന്നുണ്ട്. സോ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സയൻറ്റിഫിക് തിങ്കിങ് ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഏത് ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസ് ആണ് ഇപ്പോൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത് എന്നാണ്. സോ ഓപ്ഷൻസ് 4 നമുക്ക് തന്നിരിക്കുന്നത് ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ്, സ്പാക്റ്റിയൽ ഇൻ്റലിജൻസ്, ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ് ആൻഡ് ബോഡ്ലി കൈനസ്തെറ്റിക് ഇൻ്റലിജൻസ്. ഈ 4 ഇൻ്റലിജൻസാണ് നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് സ്പാക്റ്റിയൽ ഇൻ്റലിജൻസ് ആണ്. നമുക്ക് ആ ഒരു സ്പാക്റ്റിയൽ ഇൻ്റലിജൻസ് എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. Spatial intelligence or visuospatial ability has been defined as the ability to generate, retain, retrieve and transform well-structured visual images. So നമുക്കത് ജനറേറ്റ് ചെയ്യാൻ പറ്റും, റീറ്റെയിൻ ചെയ്യാൻ പറ്റും, റിട്രീവ് ചെയ്യാൻ പറ്റും ആൻഡ് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. സോ ഇവിടെ 4 സ്റ്റെപ്പാണ് നടത്തുന്നത്. ആദ്യം നമുക്ക് അതിനുള്ളൊരു കഴിവുണ്ട്. എന്തിന്? ആദ്യം ജനറേറ്റ് ചെയ്യാൻ, പിന്നെ അത് റീറ്റെയിൻ ചെയ്യാൻ, നമ്മുടെ മൈൻഡിൽ റീറ്റെയിൻ ചെയ്യാൻ, പിന്നെ റിട്രീവ് ചെയ്യാൻ എന്ന് വെച്ചാൽ നമുക്കത് വീണ്ടും എടുക്കാൻ, റിട്രീവ് ചെയ്യാൻ, പിന്നെ ട്രാൻസ്ഫോം ചെയ്യാൻ. അത് വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള വിഷ്വൽ ഇമേജസിലായിട്ട് നമുക്കത് സ്ട്രക്ചർ ചെയ്ത് വിഷ്വലൈസ് ചെയ്തെടുക്കാൻ സ്പാക്റ്റിയൽ ഇൻ്റലിജൻസിന് പറ്റും. സോ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് സ്പാക്റ്റിയൽ ഇൻ്റലിജൻസ് ആണ്. ബാക്കിയുള്ള 3 ഇൻ്റലിജൻസ് നമുക്കൊന്ന് നോക്കാം. സോ ഇവിടെ ആദ്യം പറഞ്ഞിരിക്കുന്ന ഇൻ്റലിജൻസ് ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് ആണ്. ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോൾ സെൻസ് പീപ്പിൾസ് ഫീലിങ്സ് ഓഫ് അതർ, ഇമോഷണൽ
IQ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഇമോഷണൽ കോഷ്യൻറ്റ്, മറ്റുള്ളവരുടെ ഇമോഷൻസ് നമുക്ക് മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു കോഷ്യൻറ്റ്, ആ ഒരു ഇൻ്റലിജൻസാണ് ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ പറഞ്ഞ ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് നമുക്ക് മാത്തമാറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻ്റലിജൻസ് ആണ്. ക്വാണ്ടിഫൈങ് തിങ്സ്, ഹൈപ്പോതെസിസ്, പ്രോസസ്സിങ്, അങ്ങനെയുള്ള കാര്യത്തിനാണ് ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ് വരുന്നത്. ആൻഡ് ലാസ്റ്റ് പറഞ്ഞ ബോഡിലി കനസ്തെറ്റിക് ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോൾ കോർഡിനേറ്റിംഗ് മൈൻഡ് വിത്ത് യുവർ ബോഡി എന്നുള്ളൊരു പോയിൻ്റാണ്. ഇപ്പോൾ നമ്മളുടെ ബോഡിയിൽ നമുക്കുണ്ടാവുന്ന മൂവ്മെൻറ്റ്സ്, അത് ഒരു ബോഡി കൈനസ്തെറ്റിക് ഇൻ്റലിജൻസ് ആണ്. നമ്മൾക്ക് ഇപ്പോൾ കൈ പൊക്കാൻ പറ്റുന്നു, കാല് പൊക്കാൻ പറ്റുന്നു, ഇതെല്ലാം വരുന്നത് ഒരു ബോഡിലി കൈനസ്തെറ്റിക് ഇൻ്റലിജൻസ് കൊണ്ടാണ്. ഓക്കെ, സോ ഇതല്ലാതെ നമുക്ക് വേറെ 9 ഇൻ ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 9 ഇൻ്റലിജൻസിൻ്റെ ടൈപ്സ് ഉണ്ട്. അത് നിങ്ങളൊന്ന് നോക്കിയിരിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഇപ്പോൾ നമ്മൾ ഇൻ്റർപേഴ്സണൽ പറഞ്ഞില്ലേ, അതായത് പേഴ്സൺ ടു പേഴ്സൺ, നമുക്ക് മറ്റൊരു വ്യക്തിയുടെ ഇമോഷൻസ് എന്താണെന്നുള്ളത് സെൻസ് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഇൻ്റലിജൻസ്. അതുപോലെ തന്നെ ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ് ഉണ്ട്. ഇൻട്രാപേഴ്സണൽ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കിയെടുക്കുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസ്. പിന്നെ ലിംഗ്വിസ്റ്റിക് ഉണ്ട്. ലിംഗ്വിസ്റ്റിക് എന്ന് പറയുമ്പോൾ കറക്റ്റായിട്ടുള്ള വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസ്. അതുപോലെ തന്നെ പിന്നെ എക്സിസ്റ്റൻഷ്യൽ, അത് ടാക്ലിംഗ് ദി ക്വസ്റ്റ്യൻസ്, എന്തുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്, വാട്ട് ഈസ് ദ റീസൺ എന്നൊക്കെ പറയുന്ന ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസ് ആണ് എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മ്യൂസിക്കൽ ആൻഡ് നാച്ചുറലിസ്റ്റിക്, അങ്ങനെ പല ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസ് ഉണ്ട്. നിങ്ങൾ നോക്കിയിട്ടില്ല ഈ ഒരു സെക്ഷൻ എങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ നോക്കണം. ഇപ്പോൾ എൻ്റെ വീഡിയോ കാണാൻ നിങ്ങൾക്ക് ടൈമില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി. ഹൗവേർഡ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി എന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് അതിൻ്റെ നോട്ട്സ് ജസ്റ്റ് ഒരു ഒറ്റ സെൻറ്റൻസിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ബിഹേവിയർ വിച്ച് റിഡ്യൂസസ് ദ ലൈക്ലിഹുഡ് ഓഫ് ഇറ്റ്സ് ഒക്കറൻസ് ഡ്യൂ ടു ദ റിമൂവൽ ഓഫ് സ്റ്റിമുലസ് എസ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ബിഹേവിയർ ദാറ്റ് റിഡ്യൂസസ് ദ ലൈക്ലിഹുഡ് ഓഫ് ഇറ്റ്സ് ഒക്കറൻസ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അതൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്നുള്ളത്. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്തു, പക്ഷേ അത് നമ്മളുടെ ആ ഒരു ഒക്കറൻസ് റിഡ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായില്ലേ അത് നെഗറ്റീവ് ആണെന്നുള്ളത്. ബിഹേവിയർ ദാറ്റ് റിഡ്യൂസസ് ദ ലൈക്ലിഹുഡ് ഓഫ് ഇറ്റ്സ് ഒക്കറൻസ് ഡ്യൂ ടു ദ റിമൂവൽ ഓഫ് ദ സ്റ്റിമുലസ്. സ്റ്റിമുലസിൻ്റെ റിമൂവൽ കാരണം അത് ആ ഒരു ലൈക്ലിഹുഡ്, ആ ഒരു ബിഹേവിയർ റിഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്, ഓപ്ഷൻ ബി negative reinforcement, option C negative punishment, and option D positive punishment. So here the answer will be option B, that is negative reinforcement. Because negative reinforcement പറയുന്നത് it is a method that can be used to help teach specific behavior. പല സ്പെസിഫിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ പല സ്പെസിഫിക് ആയിട്ടുള്ള ബിഹേവിയേഴ്സും നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്നാണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റിൽ പറയുന്നത്. വിത്ത് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് സംതിങ് അൺകംഫോർട്ടബിൾ ഓർ അതർവൈസ് അൺപ്ലസൻറ്റ് ഈസ് ടേക്കൺ അവേ ഇൻ റെസ്പോൺസ് ടു എ സ്റ്റിമുലസ്. എന്തെങ്കിലും ഒരു അൺപ്ലസൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ എടുത്തു മാറ്റുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഓവർ ദ ടൈം ദ ടാർഗറ്റ് ബിഹേവിയർ ഷുഡ് ഇൻക്രീസ് ദ എക്സ്പെക്റ്റേഷൻ ദാറ്റ് അൺപ്ലസൻറ്റ് തിങ്സ് വിൽ ബി ടേക്കൺ അവേ. അൺപ്ലസൻ്റ് ആയിട്ടുള്ള കാര്യം എടുത്തു മാറ്റും എന്നുള്ളത് ഇവൻച്വലി അവർക്ക് മനസ്സിലാവും എന്നാണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്താണ് നോക്കാം. ഇറ്റ് ഇൻവോൾവ്സ് അഡീഷൻ ഓഫ് ദ റീഇൻഫോഴ്സിംഗ് സ്റ്റിമുലസ് ഫോളോയിങ് ദ ബിഹേവിയർ ദാറ്റ് മേക്സ് ഇറ്റ് മോർ ലൈക്ലി ദ ബിഹേവിയർ വിൽ ഒക്കർ അഗെയിൻ ആൻഡ് അഗെയിൻ ഇൻ ഫ്യൂച്ചർ എന്നുള്ളത്. ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഔട്ട്കം ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു റിവാർഡായിരിക്കും അവിടെ നടക്കുന്നത് എന്നാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നെഗറ്റീവ് പണിഷ്മെൻറ്റും പോസിറ്റീവ് പണിഷ്മെൻറ്റും. നെഗറ്റീവ് പണിഷ്മെൻറ്റ് ഇറ്റ് ഈസ് എ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ഇൻ BF സ്കിന്നർ തിയറി ഓഫ് ഓപ്പറൻറ്റ് കണ്ടീഷനിലാണ് ഈ ഒരു നെഗറ്റീവ് പണിഷ്മെൻറ്റ് വരുന്നത്. ഇൻ ബിഹേവിയറൽ സൈക്കോളജി ദ ഗോൾ ഓഫ് പണിഷ്മെൻറ്റ് ഈസ് ടു ഡിക്രീസ് അൺവാണ്ടഡ് ബിഹേവിയർ. അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ബിഹേവിയർ റെഡ്യൂസ് ചെയ്യണം. അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് പണിഷ്മെൻ്റ് ആണ് നെഗറ്റീവ് പണിഷ്മെൻറ്റ്. ഇറ്റ് ഇൻവോൾവ്സ് ടേക്കിംഗ് സംതിങ് ഗുഡ് ഓർ ഡിസൈറബിൾ എവേ ടു റിഡ്യൂസ് ദ ഒക്കറൻസ് ഓഫ് എ പെർട്ടിക്കുലർ ബിഹേവിയർ. എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ എടുത്തു മാറ്റുന്നു എന്നാണ്
നെഗറ്റീവ് പണിഷ്മെൻറ്റിൽ പറയുന്നത് ഇനി പോസിറ്റീവ് പണിഷ്മെൻറ്റിലാണെങ്കിലോ ഇറ്റ് ഈസ് ആഡിങ് സംതിങ് ടു ദ മിക്സ് ദാറ്റ് വിൽ റിസൾട്ട് ഇൻ അൺപ്ലസൻറ്റ് കോൺസിക്വൻസസ്. സോ ദ ഗോൾ ഇസ് ടു റിഡ്യൂസ് ദ ലൈക്ലിഹുഡ് ദാറ്റ് അൺവാണ്ടഡ് ബിഹേവിയർ വിൽ ഹാപ്പൻ again and again in future. This approach can be effective in certain circumstances, but it's only one part of the equation. So പോസിറ്റീവ് പണിഷ്മെൻ്റ് ഉണ്ടോ അവിടെ ഓപ്പോസിറ്റായിട്ട് നെഗറ്റീവ് പണിഷ്മെൻ്റ് ഉണ്ട് എന്നാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. സോ ഐ ഹോപ്പ് ദീസ് 6 questions is all clear to you. So with this note we are concluding. Let's see in the next video. Till then, work hard and study well. That's it for now. Thank you.